ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. ഈ ധന്യമായ നിമിഷം വചനപാതയിലൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിപ്പാൻ ദൈവം നൽകിയ ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വ്യത്യസ്തമായൊരു വിഷയമാണ്. വ്യത്യസ്തമെന്ന് പറയുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും പ്രവൃത്തിയിലൂടെ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യമാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമില്ലാത്തവർ ആരുമില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആരോട് ചോദിച്ചാലും നരകത്തിൽ പോകണമെന്ന് പറയത്തില്ല. എല്ലാവരും സ്വർഗരാജ്യത്തിൽ പോകണമെന്നാണ്. പക്ഷേ ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ പ്രവൃത്തികളാൽ അവ നിഷേധിക്കപ്പെടുകയാണ്. ആഗ്രഹമുണ്ട്, പ്രവൃത്തിയില്ല. നമുക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട്, നല്ല മാർക്ക് നേടണമെന്ന്, ഉയർന്ന ഗ്രേഡുകൾ സമ്പാദിക്കണമെന്ന്. പക്ഷേ ആ നേട്ടത്തിന് ഒരു അധ്വാനമില്ലെങ്കിൽ, ഒരു പരിശ്രമമില്ലെങ്കിൽ, ഒരു പ്രവൃത്തിയില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആഗ്രഹിക്കുന്ന വിജയം നേടാൻ കഴിയും? പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉയർന്ന ഗ്രേഡ് നേടണമെങ്കിൽ, നല്ല വിജയം സ്വന്തമാക്കണമെങ്കിൽ അതിനൊരു പ്രവൃത്തി വേണം. അതാണ് അതിന് അധ്വാനവും പരിശ്രമവും. ഇന്ന് വിശ്വാസ ലോകത്തിന്റെ മൂല്യച്യുതി എന്നത് സ്വർഗരാജ്യം നേടാൻ ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി ഒരു പ്രവൃത്തിയില്ല. നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തകളുമെല്ലാം മരവിച്ചു പോയിരിക്കുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന് 35 മുതലുള്ള വാക്യം പഠിക്കുമ്പോൾ, എന്റെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇന്ന് ഞാൻ കുറിവാക്യമായി എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 3-ാമത്തെ വാക്യം. ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, സ്വർഗത്തിൽ ആരാണ് വലിയവൻ? അതിന് ഒരു കുഞ്ഞിനെ അടുക്കെ വിളിച്ചിട്ട് ആ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് ട്രൂത്താണ്, സത്യമാണ്. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പ്രവേശിക്കുന്നില്ല. ഇഹലോക ജീവിതത്തിൽ നമുക്ക് ആഗ്രഹം മാത്രം മതിയോ? ദൈവരാജ്യം നേടണമെന്നുള്ള ആഗ്രഹം മാത്രം മതിയോ? അതോ അതിനൊരു അധ്വാനം വേണമോ? ഈ ചോദ്യത്തിനൊരു മറുപടി നമ്മുടെ ആഗ്രഹം കൊണ്ട് മാത്രം നമുക്ക് കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. പ്രവൃത്തി കൊണ്ട് മാത്രം. അതാണ് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇതേ പ്രതി നമുക്ക് ചില കാര്യങ്ങൾ പ്രാർത്ഥനയോടെ നമുക്ക് ചിന്തിക്കാം. സ്വർഗം എന്നതിന് അതിന് മൂലപദം എന്ന് പറയുന്നത് ഷമായിമാണ്. പുതിയ നിയമത്തിൽ ഉറാനോസ്, ഉറാനോയ് എന്ന വാക്കുകൾ കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ദൈവം അധിവസിക്കുകയും ഭരണം നടത്തുകയും ചെയ്യുന്ന ഇടം. യഹൂദന്മാരുടെ വിശ്വാസമനുസരിച്ച 6 ചിന്താഗതികൾ ഉണ്ടായിരുന്നു സ്വർഗത്തെക്കുറിച്ച്. സ്വർഗത്തിൽ വസിക്കുന്നവനാണ് ദൈവം. അന്തമില്ലാത്ത ജീവനും ദിവ്യ തേജസ്സിന്റെയും ഇടമാണ് ദൈവരാജ്യം. ദൈവ ഇഷ്ടം ചെയ്ത് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിതം ആരംഭിക്കുന്ന ഇടമാണ് സ്വർഗം. വീണ്ടെടുക്കപ്പെട്ടവരുടെ ഇടമാണ് സ്വർഗം. സ്വർഗീയ പൗരത്വത്തിന്റെ പ്രതിഫലനത്തിന്റെ ഇടമാണ് സ്വർഗം. ഇത് യഹൂദന്മാരുടെ വിശ്വാസമാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ച് ഉപമകളിലൂടെ യേശു വ്യക്തമാക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യം. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. സ്വർഗരാജ്യം നല്ല മുത്തന്വേഷിക്കുന്ന വ്യാപാരിയോട് സദൃശ്യം. സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്ന വലയോട് സദൃശ്യം. ആ 2 ഉപമകൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ചിന്തിക്കുമ്പോൾ, നല്ല മുത്ത് നല്ലത് കണ്ടപ്പോൾ തൻ്റെ ഭൗതികമായിട്ടുള്ള സകലത ഉപേക്ഷിച്ച് നല്ലത് സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. അത് വിലയുള്ള മുത്താണ്. അതിനെ സ്വന്തമാക്കുവാൻ അദ്ദേഹം തനിക്കുള്ളതെല്ലാം വിൽക്കുകയാണ്. സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്ന വലയോട് സദൃശ്യം. ഈ ലോകത്തിങ്ങനെ വിരിച്ച് ഇട്ടിരിക്കുകയാണ് സ്വർഗരാജ്യം. വലയ്ക്ക് സമാനമായി ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ് ഈ ഭൂമിയിൽ. അതിൽ നല്ലവരുണ്ടാകും, ദൈവവിചാരമില്ലാത്തവരുണ്ടാകും. ഒരു വല ഇടുമ്പോഴും നല്ല മീനുകൾ ഉണ്ടാകും,
ആകാത്ത മീനുകൾ ഉണ്ടാകും. പക്ഷെ അത് കരയിൽ കൊണ്ടുവച്ച് നല്ലതിനെ നല്ലത് പാത്രത്തിൽ ശേഖരിക്കുകയും ആകാത്തതിനെ ആകാത്ത തരത്തിൽ ശേഖരിച്ച് കളയുകയും ചെയ്യും. ലോകാവസാനത്തെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഈ ഭൂമിയിൽ സ്വർഗരാജ്യം നേടുവാൻ നമ്മൾ പ്രാർത്ഥനയോടെ ഒരുങ്ങേണ്ടത് ഏറെ ആവശ്യമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും നാം അരിഷ്ടന്മാരാണ്. ഈ ആയുസ്സിൽ മാത്രമാണോ നമ്മുടെ പ്രത്യാശ? എന്താണ് നമ്മുടെ ജീവനുള്ള പ്രത്യാശ? നാം ഒരിക്കൽ മരിക്കും, സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരും. അവിടെ കർത്താവിനോടുകൂടെ സ്വർഗത്തിലാകും, അവനെ നമ്മൾ കാണും. ഈ ലോകത്ത് 2 തരത്തിലുള്ള മനുഷ്യനുണ്ട്. ഒന്ന് ലൗകിക മനുഷ്യൻ, 2 ആത്മീക മനുഷ്യൻ. ആത്മീക മനുഷ്യന്റെ ചിന്തയാണ്, ജീവനുള്ള പ്രത്യാശയാണ്, ഞാൻ ഒരിക്കൽ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരും. ലൗകിക മനുഷ്യൻ ഈ ലോകത്തിൽ മാത്രം ആശ്രയിക്കുകയാണ്. ഈ ലോകത്തിലുള്ളതിൽ മാത്രമാണ് അവന്റെ പ്രത്യാശ. അതാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ പറയുന്നുണ്ടല്ലോ, ഞാൻ എല്ലാം ശേഖരിച്ച് എൻ്റെ വീട്ടിൽ കൂട്ടി വയ്ക്കും. അത് തികയില്ല എന്ന് കണ്ടാൽ ഞാൻ അതിനെ പൊളിച്ചു കളഞ്ഞ് വീണ്ടും ഒരു വലിയ മാളിക പണിത് ഞാൻ അതിൽ ശേഖരിച്ചു വയ്ക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, എനിക്ക് ഒട്ടനവധി ദിവസങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ടല്ലോ, ആശ്വസിച്ചു കൊള്ളുക. എന്നിട്ട് വീണ്ടും അവനോട് പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അപ്പോഴാണ് ഒരു പ്രത്യേക ശബ്ദം കേൾക്കുന്നത്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? ഇതൊരു വലിയൊരു ചോദ്യമാണ്. മനുഷ്യൻ ഈ ലോകത്തിന് വേണ്ടിയൊക്കെ ഓടുകയാണ്, ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗരാജ്യം ആഗ്രഹം മാത്രമാണ്. അത് നേടാനായിട്ടുള്ള പ്രവൃത്തി ഇന്ന് ആരുടെയും ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. ധാരാളം സമ്പത്തുള്ള യുവപ്രമാണി നിത്യജീവൻ പ്രാപിക്കാൻ വരികയാണ്. അവനെല്ലാം പ്രമാണിക്കുന്നു, എല്ലാം ചെയ്യുന്നു, കൽപ്പനകളെല്ലാം അനുസരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്, നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് അത് മറ്റുള്ളവർക്ക് കൊടുക്കുക. പക്ഷേ അതിനവന് കഴിയുന്നില്ല, അത് അവൻ ഉപേക്ഷിച്ച് പോവുകയാണ്. വീണ്ടും സ്വർഗരാജ്യം പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. ആ വലിയ സദ്യയ്ക്ക് വേണ്ടി അനേകരെ ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുമ്പോൾ അവർ പറയുകയാണ്, എനിക്ക് വരാൻ കഴിയില്ല, ഞാൻ നിലം കൊണ്ടിരിക്കുന്നു, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, ഞാൻ വ്യാപാരത്തിന് പോകുന്നു. ഇങ്ങനെ പല ഒഴിവഴിവുകൾ പറയുകയാണ്. കാതലായവയെ വിട്ടുകളഞ്ഞ് നിഴലിനെ പിന്തുടരുന്നവർ ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളതാണ്. കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുകയാണ്. കൃപയുടെ ദിനങ്ങൾ തള്ളിക്കളഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് പ്രയോജനമുള്ളൂ? അതോടൊപ്പം തന്നെ ലൗകിക മനുഷ്യൻ എപ്പോഴും അലസനായിരിക്കും. അതാണ് 10 കന്യകമാരുടെ ദർശനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മത്തായി സുവിശേഷം 25-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 5 പേർ ഒരുങ്ങിയിരുന്നു, 5 പേർ അലസന്മാരായി. നമുക്ക് ദൈവരാജ്യത്തിന് തക്കതായ ഒരുക്കമില്ല. അലസതയോടുകൂടിയുള്ള ആരാധനകൾ, അലസതയോടുകൂടിയുള്ള പ്രാർത്ഥനകൾ, ഒരു തീഷ്ണതയോടെ ജാഗ്രതയോടെ മണവാളൻ ഏതു സമയത്ത് വന്നാലും ആ മണവാളനോടൊപ്പമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ ആരുടെയും ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. വരുന്നത് പോലെ വരട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയോടെ ജീവിക്കുന്നവർ ഈ ലോകത്തുണ്ട്. ദൈവം തന്ന ജീവിതത്തെ നാം കൃത്യമായി സൂക്ഷിച്ചാൽ നമുക്ക് നല്ലൊരു പേര് കിട്ടുകയാണ്. നല്ലവന് വിശ്വസ്തനുമ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും, എൻ്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഇത് ഹൃദയത്തിലിട്ട് ജീവിക്കണം. ഇതായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. അല്ലാതെ ഈ ലോകത്തിൽ തിന്നും കുടിച്ചും നമ്മൾ കൊണ്ടും കൊടുത്തും ഒക്കെയും അതോടുകൂടി നമ്മൾ ജീവിതം തീരുകയാണ്. നമ്മൾ എന്ത് തന്നെ ഈ ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞാലും ഈ ലോകത്തൊരു മരണമുണ്ട്. എന്ത് നമ്മൾ വാരിക്കൂട്ടി വെച്ചാലും, എന്ത് ശേഖരിച്ചു വെച്ചാലും, എന്ത് വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള നമ്മൾ ചേർത്ത് പിടിക്കുന്നതെല്ലാം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും, യേശു മാത്രം എൻ്റെ സമ്പത്താകും. നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് യേശു എന്ന സമ്പത്തിനെ.
പൂർവീയ പിതാക്കന്മാരെല്ലാം അബ്രഹാം പിതാവ് മുതലൊക്കെ പഠിക്കുമ്പോൾ അവർ ചേർത്ത് പിടിച്ചത് ദൈവത്തെയാണ്. അർത്ഥമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അല്പ നേരം മാത്രം അർത്ഥം പകരുന്നവ, നന്മ പകരുന്നവ, സന്തോഷം പകരുന്നവ, അടുത്ത നിമിഷം അത് ചപ്പും ചവറുമായി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ലോകത്ത് ഒരൊറ്റ ഫോക്കസേ ഉള്ളൂ, ദൈവരാജ്യം. എനിക്ക് ദൈവരാജ്യം വേണം. ഈ ഒരു പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നമ്മൾ ആത്മീകന്മാരായി നമ്മൾ ജീവിക്കണം. സ്വർഗം എന്നൊരു സ്ഥലമുണ്ടോ? അത് എങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താം? വിശുദ്ധ വേദപുസ്തകം പറയുന്നത് കൊണ്ട് തീർച്ചയായും നമുക്കത് ഉറപ്പുവരുത്താം. എങ്കിലും അത് ലളിതമായി പറഞ്ഞാൽ, എല്ലാ മൃഗത്തിൻ്റെയും ഉള്ളിൽ ഒരു ജന്മസിദ്ധമായ വാസനയുണ്ട്. വാസന എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പൂച്ച കുഞ്ഞ് ജനിക്കുകയാണ്. ജനിച്ചാൽ അത് ചില ആഴ്ചകൾ കഴിയുമ്പോൾ മാത്രമാണ് കണ്ണു തുറക്കുന്നത്. എങ്കിലും ജനിച്ച് വീണാൽ അത് അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആ മധുരമായ പാൽ നുകരുവാൻ. അതിന് അറിയാമോ, അവിടെയാണ് ആ അമ്മയുടെ മുലപ്പാൽ ഇരിക്കുന്നത്. അതിന് എങ്ങനെ അറിയാം? അതിന് കണ്ണു കാണുന്നില്ല. അത് അതിൻ്റെ ഉള്ളിൽ ജന്മസിദ്ധമായൊരു വാസനയുണ്ട്. അതോടൊപ്പം ഒരു എമിഗ്രേഷൻ ബേർഡ്, സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുള്ള പക്ഷികൾ, അത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് കൂടുതലുള്ളത്. അവിടെ മഞ്ഞ് വീഴ്ച ഉണ്ടാകുമ്പോൾ അവയെല്ലാം കൂട്ടമായി പറന്ന് നമ്മുടെ ഒരു സീസൺ ആകുമ്പോൾ ഇങ്ങോട്ട് വരും. പക്ഷെ മഞ്ഞ് വീഴ്ച കഴിയുമ്പോൾ വീണ്ടും പറന്ന് അതിൻ്റെ സ്വദേശത്തേക്ക് അത് പോകും. അതിനെങ്ങനെ അറിയാം മഞ്ഞ് വീഴ്ചയെല്ലാം തീർന്നുവെന്ന്? അതിൻ്റെ ഉള്ളിലും ജന്മസിദ്ധമായ ഒരു വാസനയുണ്ട്. ഇതുപോലെ നമ്മുടെ ഉള്ളിലും സ്വർഗരാജ്യം എന്നൊരു വാസന, ജന്മസിദ്ധമായ ഒരു വാസനയുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ മൃഗങ്ങൾ കാണാതെ അത് വിശ്വസിക്കുകയാണ്. ഈ പക്ഷികൾ കാണാതെ വിശ്വസിക്കുകയാണ്. നമ്മൾ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിലും ദൈവികത്വം എന്നൊരു വാസന നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് സ്വർഗരാജ്യമുണ്ട്. ഈ ലോക ജീവിത ശേഷം നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പോകും. 2 ദിനവൃത്താന്തം 7:14 പഠിക്കുമ്പോൾ, ഞാൻ സ്വർഗത്തിൽ കേട്ട് നിനക്ക് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ, നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിലിരുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അപ്പോൾ സ്വർഗം ഉണ്ട് എന്നുള്ളതിന് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ കേൾക്കുന്നു എന്നുള്ളത്. ഇന്ന് നാം ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ അവിടെ ദൈവാലയം എന്നതിൻ്റെ ഒറീറ്റിയൽ വാൾ ആണ് അതിൻ്റെ വിലാപമതിൽ. അത് വലിയ വലിയ കല്ലുകൾ കൊണ്ട് പണിഞ്ഞതാണ്. ഈ കല്ലുകൾക്കിടയിൽ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ചുരുട്ടി വച്ചിരിക്കുന്നത് കാണാം. യഹൂദന്മാരുടെ വിശ്വാസം എന്ന് പറയുന്നത്, ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകൾ അവിടെ എത്തി അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പൊ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ കേൾക്കുന്നു എന്നുള്ളത് ദൈവരാജ്യം ഉണ്ട് എന്നുള്ളതിന്റെ പരമപ്രധാനമായ ഒരു തെളിവാണ്. ദൈവരാജ്യമുണ്ട് എന്ന വചനത്തിലൂടെ നമ്മെ വ്യക്തമാക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം, പുഴുവും തിരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പിൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 22-23 പറയുന്നു, നിങ്ങളെക്കുറിച്ച് സകലത്തിന്മേയും കളവായി പറയുമ്പോൾ, നിങ്ങളെ വിടക്കുന്നെണ്ണുമ്പോൾ നിങ്ങൾ ആ നാളിൽ സന്തോഷിച്ചു തുള്ളുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഐ ഗോ ടു പ്രിപ്പയർ എ പ്ലേസ് ഇറ്റ് ഈസ് എ പ്ലേസ്. ആ വചനത്തിന്റെ ആ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. ആ വചനത്തിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. അപ്പോൾ അവിടെ തന്നെ സ്വർഗരാജ്യത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ് പറയുന്നത്, ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെ നിങ്ങളെ ഇരിക്കണം. ഈ ഭൂമിയിൽ നമുക്ക് ഒരുപാട് സ്ഥാനങ്ങളുണ്ട്, ഒരുപാട് കസേരകളുണ്ട്. നമുക്ക് എല്ലായിടത്തും നമുക്ക് ഇഷ്ടം പോലെ ഇരിക്കാൻ കഴിയും. ദൈവം ഇരിക്കുന്നിടത്ത് നമുക്ക് ഇരിക്കണമെങ്കിൽ
നമ്മുടെ ഒരു സെപ്പറേഷൻ ലൈഫ് നമുക്കുണ്ടാകണം. ഈ ഭൂമിയുമായി വേർപെട്ട ജീവിതം നമുക്കുണ്ടാകണം. ഫിലിപ്പിയർ 3:20 നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമുക്ക് ഈ ലോകത്ത് ഒരുപാട് പൗരത്വങ്ങളുണ്ട്. നമുക്ക് ഐഡന്റിറ്റി കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം ഈ ലോക പൗരത്വം ഈ ലോകത്തിന്റെ ഐഡന്റിറ്റി തെളിയിക്കുന്നു. ഈ ലോകത്തുള്ള ഐഡന്റിറ്റി ഈ ലോകത്തോടു കൂടെ ഇതില്ലാതാവുകയാണ്, നശിച്ചു പോവുകയാണ്. പക്ഷെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അമേരിക്കയിൽ പോയി പൗരത്വം നേടിയാൽ സന്തോഷമായിരിക്കും. പക്ഷെ സ്വർഗീയ പൗരത്വം എന്ന് പറയുന്നത് അതൊരു വേറൊരു തലമാണ്, വേറൊരു അനുഭവമാണ്. വി ആർ ഇൻ ദ വേൾഡ് ബട്ട് വി ആർ നോട്ട് ബൈ ഓഫ് ദിസ് വേൾഡ്. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിലുള്ളവരല്ല. പൗലോസ് പറയുന്നുണ്ട്, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് ലാഭവുമാകും. അത് ഈ സ്വർഗം ഉള്ളിലുള്ളവർക്കേ അത് പറയാൻ കഴിയും. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് ലാഭവും. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വലിയ ചിന്ത നമ്മൾ ഉൾക്കൊള്ളണം. ഒരിക്കലൊരു ബാലൻ കടൽ തീരത്ത് നിന്ന് പട്ടം പറപ്പിക്കുകയാണ്. അതിങ്ങനെ ഉയർന്ന് പൊങ്ങി, പട്ടം കാണാനില്ല. അത് മേഘങ്ങളോളം ഉയർന്നു പറന്നു, കാണാൻ നിവർത്തിയില്ല. ഈ ബാലന്റെ അടുക്കൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നീ എന്തു ചെയ്യുന്നു? ആ ബാലൻ പറഞ്ഞു, ഞാൻ പട്ടം പറപ്പിക്കുന്നു. അപ്പൊ നിനക്ക് എങ്ങനെ അറിയാം പട്ടം അവിടെ ഉണ്ടെന്ന്? ആ ബാലൻ പറയുകയാണ്, എന്റെ കയ്യിലുള്ള ചരടിൽ ആ പട്ടത്തിന്റെ ചലനവും ഭാരവും എനിക്ക് അനുഭവപ്പെടുന്നു. എന്റെ പട്ടം മുകളിൽ പറക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ചരടിന്റെ ഭാരവും ചലനവും ആ കുഞ്ഞിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അവനറിയാം എന്റെ പട്ടം അവിടെ ഉണ്ട്. ഇതാണ് ദൈവരാജ്യത്തെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം. ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗരാജ്യത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗരാജ്യത്തിൽ അഴിയപ്പെട്ടിരിക്കും. എഫേസ്യർ 1:10 സ്വർഗം കാലത്തികവിൽ സ്വർഗത്തെയും ഭൂമിയിലുള്ളതൊക്കെയും പിന്നെ ഒന്നായി തീരുന്നു. ക്രിസ്തു ഒരു ശിരസിന്റെ കീഴിൽ എല്ലാവരെയും കൊണ്ടുവരുന്നു. വിശ്വാസ പ്രമാണം തന്നെ പറയുന്നുണ്ട്, അവൻ സ്വർഗത്തിലേക്ക് കയറി, അവൻ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു, സ്വർഗത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവൻ നമ്മെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു. ഈ ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലോകമല്ല നമുക്ക് ശാശ്വതം, ദൈവരാജ്യം. അതിന് ആഗ്രഹം മാത്രം പോരാ, പ്രവൃത്തി ഉണ്ടാകണം. ആ ഒരു നേട്ടത്തിലേക്ക് നമുക്ക് ഈ നാളുകൾ, ഈ കൊച്ചു ജീവിതത്തെ നമുക്ക് മെല്ലെ മെല്ലെ ചലിപ്പിക്കാം. ഓരോ പ്രവൃത്തികളെയും നമുക്ക് തിരുത്താം. ഓരോ ദിവസവും ഓരോ പ്രവൃത്തികളെ തിരുത്തി ദൈവത്തിന്റെ വൈശിഷ്ട്യമേറിയ ദൈവരാജ്യത്തിന്റെ അംശികളായി നമുക്ക് വളരാം. അതിനൊരു ആത്മീയ അധ്വാനമുണ്ട്, അതിനൊരു വലിയ കഠിനാധ്വാനമുണ്ട്. ദൈവരാജ്യത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിലും ഒരു വലിയ പ്രയത്നമുണ്ട്. ഒരുപാട് തിന്മകളെ നമ്മൾ അതിജീവിക്കണം, ശത്രുവിനെ അതിജീവിക്കണം, ഒരുപാട് കാര്യങ്ങൾ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. അടുത്ത സ്വർഗം എവിടെയാണ് എന്നുള്ള ചിന്ത നമുക്ക് അടുത്ത എപ്പിസോഡിൽ പ്രാർത്ഥനയോട് ചിന്തിക്കാം. ഈ ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമായ കർത്താവേ, അനുഗ്രഹമേറിയ നല്ല നിമിഷത്തിനായി സ്തോത്രം. ദൈവമേ, ദൈവരാജ്യം നേടുവാൻ, സ്വർഗരാജ്യം നേടുവാൻ നമ്മൾ പ്രാർത്ഥനയോടെ ഈ ലോകത്ത് നമ്മൾ ഒരുങ്ങി ജീവിക്കുമ്പോൾ ആഗ്രഹം മാത്രമല്ല, പ്രവൃത്തിയും കൂടെ തിരുത്തുവാൻ സഹായിക്കണമേ. അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഈ നാളുകളിൽ ഒരുക്കുവാൻ അവിടെ നിന്ന് കൃപ ചെയ്യണം. ഈ ദൈവരാജ്യത്തിലേക്ക് ഞങ്ങളെ തന്നെ പ്രാർത്ഥനയോടെ ഒരുക്കി പ്രാർത്ഥനാപൂർവം ദൈവരാജ്യത്തിന് വേണ്ടി നമ്മെ സമർപ്പിക്കുവാൻ അവിടുന്ന് സഹായിക്കും.